എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 5 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ഫെബ്രുവരി മാസം 9 തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ കോമഡി റൊമാന്റിക് മൂവിയായ പ്രേമലു എന്ന സിനിമയാണ്. ഗിരീഷ് ഏഡിയുടെ സംവിധാനത്തിൽ നസ്ലിൻ, മമിത ബജി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഫെബ്രുവരി മാസം 9 തിയേറ്ററുകളിലേക്ക് റിലീസെത്തി ഗംഭീര ബോക്സ് ഓഫീസ് വിജയമായി ഇപ്പോഴും മുന്നേറുന്ന സിനിമ കൂടിയാണ് പ്രേമലു. നിലവിൽ 31 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന പ്രേമലു എന്ന സിനിമയ്ക്ക് ചിത്രത്തിന്റെ 31 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും പുറത്തുവന്നിരിക്കുകയാണ്. അങ്ങനെ പ്രേമലു എന്ന സിനിമ ചിത്രത്തിന്റെ 31 ദിവസമായി ഇന്നലെ ഞായറാഴ്ച ചിത്രം വേൾഡ് വൈഡ് കളക്ഷനായി ചിത്രം 100 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ മോളിവുഡിന്റെ ചരിത്രത്തിൽ തന്നെ 5ാമത്തെ 100 കോടി ക്ലബിൽ കയറുന്ന സിനിമയായി ഇതിനോടകം തന്നെ പ്രേമലു മാറിയിരിക്കുകയാണ്. അതേസമയം ഈ വർഷം 2024 തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാള സിനിമകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന 2ാമത്തെ സിനിമയായി പ്രേമലു മാറിയിരിക്കുകയാണ്. അതോടൊപ്പം ഈ വർഷം 2024 തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാള സിനിമകളിൽ വെച്ച് 100 കോടി ക്ലബിൽ കയറുന്ന 2ാമത്തെ സിനിമയായി പ്രേമലു മാറിയിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ലോകമെമ്പാടുന്ന 100 കോടി ക്ലബിൽ കയറിയിരുന്നു. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളാണ് ഒട്ടും ഹൈപ്പോ പ്രമോഷനോ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ലോ ബഡ്ജറ്റ് സിനിമയായ പ്രേമലുവിന് കിട്ടിയിരിക്കുന്നത്. മോളിവുഡിൽ തന്നെ 100 കോടി ക്ലബിൽ കയറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടനായി നസ്ലിൻ മാറിയിരിക്കുകയാണ്. 23 വയസ്സാണ് നസ്ലിന്റെ പ്രായം. വെറും 23 വയസ്സുകൊണ്ട് തന്നെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയ്ക്ക് പോലും ഇല്ലാത്ത 100 കോടി ക്ലബിലാണ് നസ്ലിൻ 23ാം വയസ്സിൽ നേടിയിരിക്കുന്നത്. പ്രേമലുവിന് മുമ്പേ നമ്മുടെ മലയാള സിനിമയിൽ ഒരു റൊമാന്റിക് സിനിമയ്ക്ക് കിട്ടാനിൽ വെച്ച് ഏറ്റവും വലിയ കളക്ഷൻ എടുത്ത സിനിമ കൂടിയായിരുന്നു 2015 പുറത്തിറങ്ങിയ നിവിൻ പോളിയുടെ പ്രേമം എന്ന സിനിമ. നിവിൻ പോളിയുടെ ആ ഒരു കേരള റെക്കോർഡും അതോടൊപ്പം ദുൽഖർ സൽമാന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സീതാരാമത്തിന്റെ 98 കോടി കളക്ഷനാണ് നസ്ലിൻ പ്രേമലു എന്ന സിനിമയിലൂടെ മറികടന്നിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ മറികടന്ന് പ്രേമലു എന്ന സിനിമ 31 ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 52 കോടി 85 ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. കാത്തിരിക്കൂ പ്രേമലുവിന്റെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. 2ാമത്തെ സിനിമ ഫെബ്രുവരി മാസം 15 തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ബ്രഹ്മയുഗം. രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ മമ്മൂക്ക, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ ബ്രഹ്മയുഗം. പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ ഇപ്പോഴത്തെ ചിത്രം 25 ദിവസം കേരള ബോക്സ് ഓഫീസിൽ പിന്നിടുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 25 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 23 കോടി 85 ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. 10 കോടി 40 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ 25 ദിവസത്തെ കേരള ഷെയർ കളക്ഷൻ വരുന്നത്. 3ാം വാരത്തിലേക്ക് കടക്കുമ്പോഴും ചിത്രത്തിന് ഇപ്പോഴും കേരളത്തിൽ 16,000-ലധികം ഷോകളാണ് കളിക്കുന്നത്. കാത്തിരിക്കാം ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായി. അടുത്ത സിനിമ ഫെബ്രുവരി മാസം 22 തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സർവൈവൽ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. 18 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമ 18ാം ദിവസമായി ഇന്നലെ, അതായത് ഞായറാഴ്ച, ഇന്നലത്തെ കളക്ഷനോടുകൂടി ചിത്രം ലോകമെമ്പാടുന്ന 150 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 18 ദിവസം കൊണ്ട് 150 കോടി ക്ലബിൽ കയറിയ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് മലയാളത്തിൽ തന്നെ 150 കോടി ക്ലബിൽ കയറുന്ന 2ാമത്തെ സിനിമയായി മഞ്ഞുമൽ ബോയ്സ് മാറിയിരിക്കുകയാണ്. ഇന്നലെ ഞായറാഴ്ച മാത്രം ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 4 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടുകൂടി തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം 40 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി ക്ലബിൽ കയറിയ സിനിമ ലോകമെമ്പാടും ചിത്രം 18 ദിവസം കൊണ്ട് 156 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നും ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷനും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ 1.5 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷനും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായി. അടുത്ത സിനിമ കഴിഞ്ഞ വ്യാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ജനപ്രിയ നായകൻ ദിലീപിന്റെ തങ്കമണി. തിയേറ്ററുകളിൽ നിന്നും ആദ്യ ദിനം ബിലോ ആവറേജ് ഡിസാസ്റ്റർ അഭിപ്രായങ്ങൾ നേടിയ സിനിമ 4 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 4 ദിവസത്തെ ചിത്രത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള കേരള കളക്ഷൻ പുറത്തു വരുമ്പോൾ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 90 ലക്ഷം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 2ാം ദിവസമായ വെള്ളിയാഴ്ച ചിത്രം 45 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. 3ാം ദിവസമായ ശനിയാഴ്ച 40 ലക്ഷം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 4ാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ചിത്രം 60 ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടുകൂടി ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2 കോടി 65 ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. 4 ദിവസത്തെ ചിത്രത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ഏകദേശം 3.5 കോടിക്ക് അടുത്ത് രൂപ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കാം ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായി. അടുത്ത സിനിമ മാർച്ച് മാസം 8 തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ സൈത്താൻ എന്ന സിനിമയാണ്. അജയ് ദേവ്ഗൻ, മാധവൻ, ജ്യോതിക തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ സൈത്താൻ എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം മുതലേ മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളായിരുന്നു കിട്ടിയിരുന്നത്. ഇപ്പോൾ ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം ആദ്യ 3 ദിവസം കൊണ്ട് ലോകമെമ്പാട് നിന്നും 80 കോടി 31 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ചിത്രത്തിന് മികച്ചൊരു തുടക്കം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കാത്തിരിക്കാം ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.